അത് ലോക്കായി. ഹാർഡായി ഡൗൺ ഷിഫ്റ്റ് ചെയ്തപ്പോഴേക്കും ആ സ്ലിപ്പറൊക്കെ ചെല്ലുകൊണ്ട് റിയർ വീൽ ലോക്കായില്ല. ഒന്ന് ജസ്റ്റ് ലോക്കായി അപ്പം തന്നെ വിട്ടു കൊടുത്തു. കണ്ടില്ല, ഇവിടെ ഒന്നും പവറില്ല. വണ്ടി ആലോചിച്ചോണ്ടിരിക്കും ഞാൻ എന്താണ് 200 ആണോ അല്ല 390 ഫുള്ള്. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളിപ്പോൾ ഉള്ള ദ ബ്രാൻഡ് ന്യൂ Gen 3 KTM Duke 390 ആണ് കേട്ടോ. നോക്ക്, പ്രോപ്പർ ഒരു കുട്ടി സൂപ്പർ ഡ്യൂക്ക് തന്നെയല്ലേ. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇതിൻ്റെ പ്രത്യേകത ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരു LED ഹെഡ് ലാമ്പ് സിസ്റ്റം ഉണ്ട് കൊടുത്തേക്ക്. നൈറ്റ് ടൈമിൽ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഡീസൻറ്റ് ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുക. ഈ DRS കണ്ടില്ലേ കൊടുത്തേക്ക് നോക്കുക. പുറത്തോട്ട് പ്രൊട്രൂഡിങ് ആയിട്ടുള്ള DRS സെറ്റപ്പ് കൊടുത്ത് സൂപ്പർ ഡ്യൂക്ക് 1290 ഇൻസ്പയർഡ് ആയിട്ടുള്ള സെറ്റപ്പ് കൊടുത്തേക്ക്. പക്ഷേ ഇതിനെന്താണെന്ന് പറയുക, അത്ര മാച്ചിങ് അല്ല. മാസീവ് ആക്കാൻ നോക്കി, പക്ഷേ അത്ര സെറ്റപ്പ് ആയില്ല. പിന്നെ നമ്മൾ ചേഞ്ചസിലോട്ട് കടന്നിട്ടോ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഫങ്ഷണൽ ചേഞ്ചസ് ആണ്. ഇതിൻ്റെ അലോയ് വീൽസ് ലൈറ്റ് വെയിറ്റ് ആക്കിയാണ്, അൺസ്പ്രങ് വെയിറ്റ്. എനിത്തിങ് ബിലോ ദ സസ്പെൻഷൻ. ഇതിൻ്റെ ഉള്ളിലത്തെ സ്പ്രിങ്ങിൻ്റെ അടി വന്ന എന്ത് സാധനത്തിൻ്റെ വെയിറ്റ് കുറക്കാൻ പറ്റിയ അത് ബെറ്റർ ഹാൻഡ്ലിംഗ് ആവും. അതുപോലെ ഡിസ്ക് റോട്ടർ നോക്കി, ഇതിൻ്റെ സെറ്റപ്പ് നോക്കി കണ്ട ഹബ്ലെസ് ടൈപ്പ് ഡിസ്ക് റോട്ടർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെ കുറേ മെറ്റീരിയൽ ലൈറ്റർ വെയിറ്റ് ആക്കാൻ വേണ്ടി ഇതിൻ്റെ നടുക്കത്തെ പോർഷനൊക്കെ റിമൂവ് ചെയ്ത് മാറ്റി. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്ത് മറ്റേ അൺസ്പ്രങ് വെയിറ്റ് ഏകദേശം 3 കിലോ 2.7 kgs ഒക്കെ അവർക്ക് കുറക്കാൻ പറ്റും. ഫ്രണ്ടും റിയറും ഡിസ്കൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും വെയിറ്റ് സേവ് ചെയ്തുകൊണ്ട് ഇത് ഭയങ്കര അടിപൊളി ഹാൻഡ്ലിംഗ് ആണ് ഓൺ ദ റോഡ് ആസ് വെൽ ആസ് ഓൺ ദ റേസ് ട്രാക്ക് കേട്ടോ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റ്സ്ലർ H റേറ്റഡ് ടയറാണ്. സ്പീഡ്സ് അപ് ടു 210 വരെയൊക്കെ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് ഒരു ടയറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പണ്ട് ഇറങ്ങിയ Gen 1 W റേറ്റഡ് ടയറിൻ്റെ അത്ര സെറ്റപ്പില്ല. പക്ഷേ എന്നാലും ഇത് ഈ ടയർ മെയ്ഡ് ഇൻ ചൈന. പക്ഷേ എന്നാലും ഇറ്റ് സ്റ്റിൽ ഗുഡ്. റോഡ് യൂസിലാണെങ്കിൽ എവറി ഡേ യൂസിലാണെങ്കിൽ യാതൊരു സീനും ഇല്ല. പിന്നെ ഇത് കൊടുത്തിരിക്കുന്ന 43 mm അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്. WP Apex OC കാട്രിഡ്ജാണ് കൊടുത്തത്. മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. മാത്രമല്ല അഡ്ജസ്റ്റബിൾ കൂടിയാണ് കേട്ടോ. ആ സെറ്റപ്പ് കൂടി ഞാൻ കാണിച്ചത്. അതിന് മുമ്പായിട്ട് ഈ ആക്സിൽ ഉണ്ടല്ലേ, ഈ ആക്സിൽ ഹോളോ ആക്സിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഹോളോ ആക്സിലൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി, അൺസ്പ്രങ് മാസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള എൻറ്റയർ സെറ്റപ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അഡ്ജസ്റ്റബിലിറ്റി കാണിച്ചു തരാം. ഇതിൻ്റെ ഫോക്ക് റൈറ്റ് സൈഡ് റീബൗണ്ട്, ലെഫ്റ്റ് സൈഡ് കംപ്രഷൻ ആണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, അത് 5 ക്ലിക്സ് അഡ്ജസ്റ്റബിലിറ്റി കൊടുത്തുള്ളൂ. 5 പ്രാവശ്യം ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ശരിക്കും പണ്ടുണ്ടായിരുന്ന KTMൻ്റെ അഡ്ജസ്റ്റബിൾ ഫോക്സ് എന്ന് പറഞ്ഞാൽ 30 ക്ലിക്സ് ആയിരുന്നു. എൻ്റെ Duke 390 ഉപയോഗിച്ച ആ തരം ഫോക്സാണ് ഉപയോഗിച്ചത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ബിഗിനർ റൈഡേഴ്സൊക്കെ കസ്റ്റം യൂസ് ചെയ്തെടുക്കുക കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് 5 ക്ലിക്സ് കൊടുത്തത്. ഈ 5 ക്ലിക്സ് ചേഞ്ച് നിങ്ങൾക്ക് ഫ്രം ദ റോഡ് ടു ട്രാക്കുള്ള ട്രാൻസിഷൻ സെറ്റാക്കാൻ പറ്റും. ഗുഡ് റോഡ്സിൽ നിന്ന് ടു ദ റേസ് ട്രാക്കിലോട്ടുള്ള ട്രാൻസിഷൻ എളുപ്പമാക്കാൻ പറ്റും. ഇതിൻ്റെ കുറച്ച് ടെക്നിക് ബേസിക്സ് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് കംപ്രഷനാണ്. സോ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റ് ഓഫ് കംപ്രഷൻ, എത്ര ഫാസ്റ്റ് ഈ ഫോർക്ക് കംപ്രസ് ചെയ്യുന്നുള്ള. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓയിൽ ഫ്ലോ, അപ്പോൾ പെട്ടെന്ന് ഈ ഫോർക്ക് കംപ്രസ് ചെയ്യുന്നതാണ്. അത് നമ്മൾ റൈറ്റിലോട്ട് തിരിക്കുന്നതോറും ആ റേറ്റ് ഓഫ് സ്ലോവറാണ്, പയ്യേക്കും കംപ്രസ് ചെയ്യുന്നത്. അതാണ് സെറ്റപ്പ്. അതേപോലെ റീബൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫോർക്ക് കംപ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്തതിന് റീബൗണ്ട് എന്ന് പറഞ്ഞാൽ ആ റേറ്റ്, ആ സ്പീഡ് അറ്റ് വെച്ച് അത് ഓപ്പൺ ചെയ്ത് വരുന്നതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. റേസ് ട്രാക്കിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് റീബൗണ്ട് ചെയ്യണം. നമുക്ക് റേസ് ട്രാക്ക് വരുമ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് റീബൗണ്ട് വേണം. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ 2 ക്ലിക്സിൽ വെക്കാം. ഫോർ റോഡ് റൈഡിംഗ് ആണെങ്കിൽ ഇത് ഫുൾ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഡയൽ സജസ്റ്റ് ചെയ്യുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് സെറ്റിംഗ് എത്തിയിട്ട് ക്ലിക്ക് 1 ഫോർ ബാഡ് റോഡ്സ് ഒക്കെ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഫോർ കോർണറിങ് കുറച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണെങ്കിൽ 2 ക്ലിക്സിലോട്ട് വെക്കാം. ബെസ്റ്റ് റോഡ് BICയിലൊക്കെ ഓടിക്കാൻ ആ പ്ലാൻ എങ്കിൽ നിങ്ങൾക്ക് 4 ക്ലിക്സിലോട്ട് ആക്കി വെക്കാം കേട്ടോ. ഫ്രം ദ ലെഫ്റ്റ് ടു റൈറ്റ് ഉള്ള ക്ലിക്സാണ് പറയുന്നത്. അതേപോലെ റീബൗണ്ട് എന്ന് പറഞ്ഞാൽ റീബൗണ്ട് ഫാസ്റ്റർ ആക്കി വെക്കണം എന്ന് പറഞ്ഞാൽ ഈ ഫോർക്ക് പെട്ടെന്ന് കംപ്രസ് തിരിച്ച് അപ്പം തന്നെ റിലീസ് ചെയ്ത് വെക്കണം. അപ്പോൾ സെറ്റിംഗ് 2 ഞാൻ പൊതുവേ ഇട്ട് എൻ്റെ പ്രിഫറൻസ് അതാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് ഓടിക്കാനാണെങ്കിൽ സെറ്റപ്പ് 3-4 ഇട്ട് ഓടിക്കണം. സോ ഈ റീബൗണ്ട് കംപ്രഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റിലോട്ട് വേണം. അവിടെ നിന്നാണ് നമുക്ക് കാലിബ്രേറ്റ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫോർ റോഡ് റൈഡിങ് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ കംപ്രഷൻ ഏറ്റവും ലെഫ്റ്റിലോട്ടാക്കി വെക്കണം. ലെഫ്റ്റ് ക്ലിക്ക് 1 സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഗുഡ് റോഡ്സിൽ ഓടിക്കുകയാണെങ്കിൽ ക്ലിക്ക് 3 ക്ലിക്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് ആക്കി വെക്കാം. ഫോർ ട്രാക്ക് റൈഡിങ് 4 ക്ലിക്സിലിട്ട് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ. പെർഫെക്റ്റ് ട്രാക്കാണ് നമ്മുടെ. പക്ഷേ സൗത്ത് ഇന്ത്യത്തെ ട്രാക്സ് എല്ലാത്തിനും കുറേ ബംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ക്ലിക്ക് 3 ഓടിക്കുകയാണെങ്കിൽ എല്ലാം സെറ്റപ്പ് ആയിരിക്കും. പിന്നെ റീബൗണ്ട് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് റൈഡർ പ്രിഫറൻസസ് അനുസരിച്ചിട്ടാണ്. റോഡ് റൈഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റീബൗണ്ട് ആസ് സ്ലോ ആസ് സെറ്റിങ്ങിലാണ് വെക്കേണ്ടത് കേട്ടോ. റൈറ്റിലോട്ട് ക്ലിക്ക് 4 ക്ലിക്ക് 3 നിങ്ങൾക്ക് റോഡ് റൈഡിങ് സീനൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ റേസ് ട്രാക്കിലോട്ട് പോകാൻ ക്ലിക്ക് 2 ഇട്ട് ഓടിക്കുകയാണെങ്കിൽ മച്ച് ബെറ്റർ ആയിക്കോട്ടോ. ഓൺ ദ റേസ് ട്രാക്ക് നിങ്ങൾക്ക് ക്ലിക്ക് 2 ക്ലിക്ക് 1 ഇട്ട് സെറ്റ് ചെയ്യാം. അത് പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ റേസ് ട്രാക്ക് അനുസരിച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അത് ഞങ്ങൾ റേസ് ട്രാക്കിൽ ഉപയോഗിക്കുന്ന സെറ്റിങ്സ് ഞാൻ താഴെ കൊടുത്താൽ കയറി ചെക്ക് ഔട്ട് ചെയ്ത് നോക്കട്ടോ. പിന്നെ നമുക്ക് ഒരു 5 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡിസ്പ്ലേ സ്റ്റൈൽ നമുക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡ് മോഡ്സിൽ ട്രാക്കിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര മിനിമലിസ്റ്റിക് കണ്ട ഇത്ര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അത് മാറ്റിയിട്ട് നിങ്ങൾ കണ്ട സ്ട്രീറ്റ് മോഡിലോട്ട് ആക്കി കഴിഞ്ഞാൽ
ഡിസ്പ്ലേ സെറ്റപ്പ് മാറി എല്ലാം കുറച്ചും കൂടുതൽ ഇൻഫർമേഷൻ സ്ട്രീറ്റ് റൈഡിങ് ടൂറിങ്ങിനൊക്കെ വേണ്ട എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ കാണിച്ചു തരും കേട്ടോ. അതിനൊപ്പം തന്നെ സ്വിച്ച് ഗിയർ മാറ്റിയിട്ട് കുറച്ചും കൂടി ഹൈ ക്വാളിറ്റി കമ്പോണൻസിൻ്റെയൊക്കെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് ബ്ലാക്ക് ഹാൻഡിൽ ബാറാണ് കൊടുത്തിരിക്കുന്നത്, ഡോമിന ടൈപ്പ് ഓഫ് മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ വേരിയൻറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിറേഴ്സാണ് കൊടുത്തേക്കുന്നത്. മറ്റേ പോളിഷ്ഡ് അലൂമിനിയം സെറ്റ്, പക്ഷേ അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയാണ് ഇന്ത്യയിൽ ഇത്തരം മിറേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ TFT ഡിസ്പ്ലേ ഭയങ്കര ക്ലോസ് ടു ആക്കി വെച്ച് ടാങ്കൊക്കെ വലുതാക്കി 15 ലിറ്റർ ടാങ്കായി. Gen 1ൻ്റെ ടാങ്ക് ഭയങ്കര ചെറുതായിരുന്നു, ഏകദേശം 9.5 ലിറ്റർ 10.5 ലിറ്റർ ടാങ്ക് ഉണ്ടായിരുന്നു, പിന്നെ 13.5, ഇപ്പോൾ 15 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് കൊടുത്തത്. ഫ്യൂൽ എക്കോണമി ഈ എഞ്ചിൻ സെറ്റപ്പ് അല്ല കേട്ടോ, 22-24 ഒക്കെ കിട്ടുള്ളൂ. അക്രമം കാണിക്കുവാണെന്ന് പറഞ്ഞാൽ 20 കിട്ടുള്ളൂ കേട്ടോ. സോ അത് വെച്ച് ഏകദേശം നിങ്ങൾക്ക് ഒരു 15 ലിറ്ററിൽ നല്ലൊരു ഫ്യൂൽ റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. ഡീസൻറ്റ് ഫോർ ടൂറിങ് ആയിട്ടുള്ള ഒരു ഫ്യൂൽ റേഞ്ച് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ടൂറിങ്ങിന് പറ്റിയ വണ്ടിയാണോ അത് ഞാൻ അവസാനം പറഞ്ഞു കേട്ടോ. കൺക്ലൂഷനിൽ ഞാൻ പറയാം, കുറച്ച് ടെസ്റ്റ് ചെയ്യാണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു. പിന്നത്തെ മേജർ ചേഞ്ച് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര ചേഞ്ചസ് ആയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കുറച്ച് റേസർ പോയിന്റ് ഓഫ് വ്യൂ വിത്ത് നാഷണൽ ചാമ്പ്യൻ അമർനാഥ് മേനോനായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കയറി കണ്ടുവെക്കാം. ഇതിൻ്റെ ടാങ്ക് സ്ട്രൗട്ട്സ് ഉണ്ട്, അതൊക്കെ ലോങ് ആയിട്ട് 250-നെക്കാട്ടി ലോങ്ങർ ആക്കിയിട്ടാണ് വെച്ചേക്കുന്നത്, ലെങ്ത്ത് കൂട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ പേഴ്സണലി എനിക്കിപ്പോൾ 250യുടെ ഡിസൈനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് കുറച്ചും കൂടി സ്ലിമ്മറാണ്, കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിട്ട്, ഇത് ഭയങ്കര ഷാർപ്പ് ഓവർ ഷാർപ്പായിട്ടുള്ള ഒരു ഡിസൈൻ പോലെ തോന്നുന്നത്. പിന്നെ ഈ റേഡിയേറ്റർ മാറ്റിയിട്ട് കേർവ്ഡ് റേഡിയേറ്ററാക്കി. ഇതേ കണ്ടില്ലേ, അത് കാണാൻ പറ്റും എന്ത് കേർവ് ചെയ്താൽ വെച്ചിരിക്കുന്ന. ട്വിൻ ഫാൻസും കൊടുത്തത്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡ് ഫാനും കൊടുത്തതിന് ബെറ്റർ കൂളിംഗ് കേട്ടോ. എഞ്ചിൻ്റെ കൂൾ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ എഞ്ചിൻ ചൂടൊക്കെ അടിക്കണമല്ലോ, നിങ്ങൾ ഹെവി ട്രാഫിക് ബ്ലോക്കിലൊക്കെ ഓടിക്കുക എഞ്ചിന് നല്ല ചൂടടിക്കും, കാലിലോട്ടൊക്കെ ചൂടടിക്കും. പക്ഷേ ഇത് ഹൈ കംപ്രഷൻ എഞ്ചിനാണ്. അത് CC കൂടെ 398.63 cc 4 വാൽവ് ലിക്വിഡ് കൂൾ സിംഗിൾ സിലിണ്ടർ 46 ഹോഴ്സ് പവർ 39 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന അക്രമ എഞ്ചിനാണ്. മാത്രം എക്സോസ്റ്റ് റൂട്ട് ചെയ്തേക്കുന്നത്. പണ്ട് സൈഡ് മൗണ്ടഡ് ആയിരുന്നു, അത് മാറ്റിയിട്ട് അണ്ടർനീത്ത് ദ എഞ്ചിനാണ് കൊടുത്തത്. അത് ലോവർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് വേണ്ടി ബെറ്റർ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മാത്രമല്ല ബെറ്റർ ബ്രേക്കിംഗ് ബെറ്റർ ഹാൻഡ്ലിംഗ് കിട്ടുക. ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് അടിയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യാൻ റിയർ ലിഫ്റ്റ് ഓഫ് ആവില്ല, അപ്പോൾ കുറച്ചും കൂടി ഹാർഡറായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. മാത്രമല്ല ഈ വണ്ടിയുടെ വീൽ ബേസ് വീണ്ടും ഷോർട്ടറാക്കി റേക്ക് ആംഗിൾ മാറ്റിയുണ്ട്. പഴയ Gen 4 Gen 6 ഉള്ള പ്രശ്നം ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി കുറച്ച് പ്രശ്നമാണ്. അത് ഓൾറെഡി Gen 1 വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ഡ്യൂക്ക് വെച്ച് കുറച്ചും കൂടി ഷോർട്ടറായിരുന്നു. അതിൻ്റെ പ്രശ്നം ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ Gen 1നെക്കാട്ടി ഫാസ്റ്ററായിട്ട് ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് Gen 2 കേട്ടോ. Gen 2 ഡ്യൂക്കിന് ഫേസ് ലിഫ്റ്റഡായിട്ട് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റെബിലിറ്റി മോശമാണ്. അപ്പോൾ അതിൻ്റെ കാരണം എൻ്റെ സസ്പെൻഷൻ മോശമാണ്. അപ്പോൾ ആ സസ്പെൻഷൻ മാറ്റിയിട്ട് കുറച്ച് അടിപൊളി സസ്പെൻഷൻ കൊടുത്ത് ഫ്രണ്ടും അഡ്ജസ്റ്റബിൾ, ലെഫ്റ്റ് സൈഡ് കംപ്രഷൻ, റൈറ്റ് സൈഡ് റീബൗണ്ടും, റിയർ ഷോക്ക് ഒക്കെ സൈഡ് മൗണ്ടഡ് ആയി കൊടുത്താൽ അതിന് റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ബമ്പ് ഇടിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഷോക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന റേറ്റ് നമുക്ക് ആ സ്പീഡ് നമുക്ക് മാറ്റാൻ പറ്റും. അത് സോഫ്റ്റ് ആക്കാനും പറ്റും, ഹാർഡർ ആക്കാൻ പറ്റും. അത് നിങ്ങളുടെ റോഡ് കണ്ടീഷൻ വെച്ചിട്ട് സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ടൂറിംഗ് ആണെങ്കിൽ സോഫ്റ്റ് ആക്കി വെക്കാൻ, കുറച്ചും കൂടി ട്രാക്ക് റൈഡിങ് കുറച്ചും കൂടി ഓവർ ഹാർഡ് ആക്കി മിഡ് സെറ്റിങ്ങിൽ വെക്കണം, കുറച്ചും കൂടി മച്ച് ബെറ്റർ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫുഡ് പാക്കൊക്കെ ബാക്കിലോട്ട് ആക്കിയേണ്ട. അത് എർഗണോമിക്സ് പറയുമ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞാൽ. ഇതിൻ്റെ സ്വിങ് ആം നോക്കുക, ഒരു ബനാന സ്വിങ് ആമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഷോക്ക് ഉപയോഗിക്കാൻ പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയൊരു എയർ ബോക്സും കൊടുക്കാൻ പറ്റി, കൂടുതൽ എയർ ഇൻ ടു ദ സിലിണ്ടർ. പഴയ ജനറേഷൻ ഡ്യൂക്കിനൊക്കെ ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹയർ RPM എയർ കിട്ടില്ലായിരുന്നു. കാരണം എയർ ബോക്സ് ചെറിയ എയർ ബോക്സ് ആയതുകൊണ്ട് അറ്റ് ഹയർ RPM എയർ ഫ്ലോ ഉണ്ടായില്ല. അപ്പോൾ കൂടുതൽ പവർ ടോപ്പ് എൻഡിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അത് സോൾവ് ചെയ്യാൻ വേണ്ടി KTM ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊണ്ട് ബിഗ്ഗർ എയർ ബോക്സാണ് കൊടുത്തിരിക്കുക. മച്ച് മോർ എയർ, മച്ച് മോർ ഫ്യൂലിൻ്റെ എഞ്ചിൻ കൊടുക്കണം. ഇറ്റ് മേക്സ് മോർ പവർ കേട്ടോ. ഇതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് ബൈ 4 mm ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി സിമിലർ സെറ്റപ്പൊക്കെ തന്നെ. പക്ഷേ ഈ 4 mm സ്ട്രോക്ക് ലെങ്ത്തും കൂടിയുണ്ട്. അതുപോലെ ട്യൂണിങ്ങും മാറ്റിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവർ എയർ ബോക്സ് ബിഗ്ഗർ ആക്കിയിട്ട് മോർ എയർ മോർ ഫ്യൂൽ കൊടുത്താൽ മോർ പവർ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് 2.5 ഹോഴ്സ് പവർ 2 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക് ഇപ്പോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറച്ചും കൂടി എഞ്ചിൻ ഓവറോൾ റിലയബിൾ ആക്കിയെന്ന കമ്പയർ ടു ദ പ്രീവിയസ് ജനറേഷൻ മച്ച് മോർ റിലയബിൾ ആക്കിയെന്ന KTM ക്ലെയിം ചെയ്യുന്നത് കേട്ടോ. മാത്രമല്ല റിയർ സെക്ഷനിലും കുറേ ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നോക്ക്, ഇതിൻ്റെ ഹബ്ലെസ് ടൈപ്പ് ഡിസ്ക്രോട്ടർ 240mm ഡിസ്ക്രോട്ടറാണ് കൊടുത്തിരിക്കുന്ന. ന്യൂ ടൈപ്പ് ഓഫ് കാലിപ്പറാണ് കൊടുത്ത, സിംഗിൾ പിസ്റ്റൺ കാലിപ്പറൊക്കെ കൊടുത്തത്. മാത്രമല്ല ഈ ചെയിൻ അഡ്ജസ്റ്റേഴ്സിൻ്റെ ക്വാളിറ്റി കൂടി ബെറ്റർ ടോളൻസ് ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടാനുള്ള സെറ്റപ്പിലുള്ള ചെയിൻ അഡ്ജസ്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റിയലും മെറ്റ്സ്ല സ്പോർട്ടെക് M5 150 സെക്ഷൻ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. കൊള്ളാം. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഷാസി മെയിൻ ഫ്രെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേക്ക് അങ്ങ് ഷാർപ്പർ ആക്കിയിട്ട് അതിനോടൊപ്പം സബ് ഫ്രെയിം തന്നെ ഒരു കോമ്പോസിറ്റ് അലൂമിനിയം സബ് ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. ബോൾട്ട് ഓൺ സബ് ഫ്രെയിം മെയിൻ ഫ്രെയിമിലോട്ട് ബോൾട്ട് ചെയ്തിരിക്കുക. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നും ബെറ്റർ ലോജിസ്റ്റിക് KTM മാനുഫാക്ചറിന് കുറേ ലാഭമുണ്ട്. അതുപോലെ മാത്രമല്ല ഇതേ മെയിൻ ഫ്രെയിമിൽ കുറച്ച് ഡിഫറൻറ്റ് സബ് ഫ്രെയിംസ് വെച്ചിട്ട് അഡ്വഞ്ചർ, എൻഡ്യൂർ അങ്ങനത്തെ കുറേ ഡിഫറൻറ്റ് വേരിയൻസ് ഒക്കെ സൂപ്പർ മോട്ടോ ഒക്കെ ഒരു ഭാവിയിൽ ഇറക്കാൻ പറ്റും വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഓവറോൾ ഈ ഡിസൈൻ എനിക്ക് ഇഷ്ടമാണ്. ഈ സീറ്റ് കണ്ടില്ലേ, ഓ
ഈ ഓറഞ്ച് സീറ്റാണ് ഈ ഓറഞ്ച് കളർ വേരിയൻ്റ് കിട്ടും, അല്ലെങ്കിൽ അറ്റ്ലാന്റ ബ്ലൂ എന്ന് പറഞ്ഞ വേരിയൻ്റ് എടുക്കാൻ ഈ ഓറഞ്ച് സീറ്റ് പെട്ടെന്ന് ചെളി പിടിക്കുന്നുണ്ട്. കണ്ട ലോവർ സീറ്റായിട്ടും കൂടിയാട്ടോ. അത് ഈ എർഗണോമിക്സ് ഇരിക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം. പിന്നെ ടെയിൽ സെക്ഷൻ നോക്കട്ടോ, അഗ്രസീവ് ഡിസൈൻ ആക്കിയാൽ കൊടുത്തിരിക്കാൻ ഗ്രാബ് റെയിൽസൊക്കെ തന്നെ കണ്ടില്ലേ, ഇതിൻ്റെ ഗ്രാബ് റെയിൽസ് തന്നെ കണ്ടില്ല, ഷാർപ്പ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ സബ് ഫ്രെയിമിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുക, സീനിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ പുറത്തു വിട്ടാൽ മാത്രമല്ല പില്ലിയൻ റൈഡാണെങ്കിൽ കംഫർട്ടബിളായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയുള്ള ഗ്രാബ് റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടെയിൽ സെക്ഷൻ നോക്കി ഇവിടെ ഷാർക്ക് ഫിൻസൊക്കെയാണ് കൊടുത്തിരിക്കുക, ബെറ്റർ എയറോന് വേണ്ടി അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് അത്രമാത്രം ഗുഡ് ലുക്ക്. അത് റിമൂവ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ടയർ ഹഗ്ഗർ സിസ്റ്റം വെക്കുവാണെങ്കിൽ നമ്പർ പ്ലേറ്റ് മൗണ്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് മച്ച് ബെറ്റർ അല്ലേ. പിന്നെ പണ്ട് മുതലേ കണ്ടുവരുന്ന LED ഇൻഡിക്കേറ്റേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സാരി ഗാർഡ് ഉണ്ട്, സെറ്റപ്പൊക്കെ നോക്ക്. പിന്നെ ഇത് കണ്ടല്ലോ 6 സ്പീഡ് ഗിയർ ബോക്സാണ് കൊടുത്തത് വിത്ത് ബൈലാറ്ററൽ ക്വിക്ക് ഷിഫ്റ്റർ, ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ. എന്നാൽ ക്ലച്ച് പിടിക്കാണ്ട് നിങ്ങൾക്ക് അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പറ്റും. വണ്ടി തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ബ്യൂട്ടിഫുള്ളി റെവ് മാച്ച് ചെയ്യുന്ന, ത്രോട്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ ബ്യൂട്ടിഫുള്ളി റെവ് മാച്ച് ചെയ്ത് തരും കേട്ടോ. സെറ്റപ്പൊക്കെ ഉള്ള, പക്ഷേ TVSൻ്റെ അത്ര സ്മൂത്തും അത്ര സെറ്റപ്പില്ല. പിന്നെ കുറേ ചോദിക്കുന്നത് ഈ റെഡ് ബാൻഡിനെ കുറിച്ചായിട്ട്. ഇത് ഷോക്കിൻ്റെ ട്രാവൽ മെഷർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ സ്ട്രേറ്റ് പോയിട്ട് ബ്രേക്ക് പിടിക്കുമ്പോഴേക്ക് ഈ ഫോർക്ക് കംപ്രസ് ആയില്ല, കംപ്രസ് ചെയ്യുമ്പോഴേക്ക് ഇവിടെ കയറ്റിയിടുമ്പോൾ ഇത് പുഷ് ഡൗൺ ചെയ്യും, ഇത് എത്രത്തോളം ട്രാവൽ ഉണ്ടെന്ന് മനസ്സിലാക്കും. അത് കൊടുക്കാനുള്ള റീസൺ എന്ന് നമുക്ക് കംപ്രഷൻ ഇത് അഡ്ജസ്റ്റബിൾ അല്ലേ, ഭയങ്കര ലെസ്സാക്കി കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഹാർഡ് റോഡ്സിലൂടെ ഓടിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ബോട്ടം ഔട്ട് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ ലെവലൊക്കെ എത്തുവാണെങ്കിൽ ഇവിടെ വരെ ട്രാവൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സോഫ്റ്റിലിട്ട് ഓടിക്കുകയാണെങ്കിൽ ഷോക്ക് ബോട്ടം ഔട്ടാണ്. ഈ ഷോക്ക് ബോട്ടം ഔട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ എനർജീനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ടയർ ലിഫ്റ്റ് ഓഫ് ചെയ്തു. നമ്മൾ ഈ കംപ്രഷൻ റീബൗണ്ട് പ്രീലോഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. മെയിൻ ഉദ്ദേശം ഈ ടയറും റോഡായിട്ട് കോൺടാക്ട് കൂടുതൽ നേരം നിലനിർത്താൻ വേണ്ടി നമുക്ക് റൈഡറിന് ഇൻപുട്ട് കൊടുക്കണം. വണ്ടി കൺട്രോൾ ചെയ്യുമെങ്കിൽ ആ ടയറും റോഡും കോൺടാക്റ്റ് വേണ്ടേ, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ക്രാഷാണ്. സോ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെവൽ വരെയൊക്കെ നിങ്ങൾ ഫോക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കംപ്രഷൻ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. മാത്രമല്ല എന്ത് ചെയ്തിട്ട് ഈ ലെവൽ വരെ നിങ്ങളുടെ ഫോക്ക് കംപ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പ്രിങ് ചേഞ്ച് ചെയ്യേണ്ടതാണ്. സോ ഇതിൻ്റെ സീറ്റാണ്, ഇത് ഓറഞ്ച് വേരിയൻ്റ് ആയതുകൊണ്ട് ഓറഞ്ച് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. Gen 1നെക്കാട്ടിലും കൂടുതൽ സ്പേസ് ഉണ്ട്, പക്ഷേ Gen 2ൻ്റെ അത്ര സ്പേഷ്യസ് അല്ല. അതിൻ്റെ ഫുഡ് പെഗ് എർഗണോമിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്ക് കുറച്ച് ക്രാംഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ട്രാക്ക് ഓടിക്കുകയാണെങ്കിൽ ഈ സീറ്റ് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായി വരാം. മാത്രമല്ല ഞാൻ ഓടിച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, പക്ഷേ കുറച്ച് ടോളർ റൈഡേഴ്സ് ഓടിക്കുകയാണെങ്കിൽ ഈ സീറ്റ് നിങ്ങൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പഴയ ഡ്യൂക്കിലൊക്കെ ആൾക്കാരെ ഓടിച്ചുകൊണ്ട് അങ്ങനെ ഞാനും ട്രാക്കിൽ ഓടിച്ചപ്പോൾ റിയർ സീറ്റ് റിമൂവ് ചെയ്ത് മാറ്റി വെക്കും കേട്ടോ. സോ അത് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഒരു ഇഷ്യൂസില്ല. ഈ ഓറഞ്ച് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് ചെളി പിടിക്കും. മാത്രമല്ല എൻ്റെ സീറ്റായിട്ട് ലോവേർഡ് സീറ്റായിട്ട് വേർഷനാണ് ഇത്. സ്റ്റോക്ക് തന്നെ 800mm സീറ്റായിട്ടാണ്. എർഗണോമിക്സ് എന്ന് കാണിച്ചാൽ പിന്നെ നിങ്ങൾ കുറച്ച് ടോളർ റൈഡാണ്, കുറച്ചും ടോളർ സീറ്റ് വേണമെങ്കിൽ 20mm എക്സ്ട്രാ 820mm സീറ്റായിട്ട് വരുന്ന ഒരു സീറ്റും കൂടി ഈ KTM ഓഫർ ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ഓപ്ഷനില്ല, നിങ്ങൾ ടോളർ റൈഡറാണെങ്കിൽ അതെടുത്ത് വെക്കാം. എർഗണോമിക്സ് ഒന്ന് കാണിച്ചുതരാം. ആ ടാങ്കിലോട്ട് ഇരിക്കുമ്പോൾ തന്നെ പ്രോപ്പർലി നമുക്ക് ഗ്രിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ ഡിസൈൻ, ടാങ്കിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കോർണർ ഇറക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ നീസ് വെച്ചിട്ടാണ് ഈ പോർഷൻ ഹഗ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പ്രോപ്പർ സ്കൾട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതാണ്, കോർണർ എടുക്കാൻ വേണ്ടി. നേരെ പോകാനുള്ള വണ്ടിയിൽ ഇത് കോർണറിൽ അക്രമം കാണിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത വണ്ടിയാണ് കേട്ടോ. കണ്ട പ്രോപ്പർ ലോക്കിൻ ചെയ്ത് വെക്കാൻ പറ്റും. ശരിക്കും നമ്മൾ ട്രാക്കിൽ ഓടിക്കുമ്പോൾ ഉള്ള സീറ്റിംഗ് പൊസിഷൻ ഒരു ഫിസ്റ്റ് ഗ്യാപ്പ് വേണം, പക്ഷേ ഈ സീറ്റിന് അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കണ്ട അധികം പ്രോപ്പറായിട്ട് എനിക്ക് ആ സീറ്റിംഗ് പൊസിഷൻ കിട്ടും. ഞാൻ 5'8", എനിക്കത് കുറച്ച് ക്രാംഡ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ടോളർ റൈഡർ ആണെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടാകുക കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ഫുഡ് പെഗ് എവിടെയാണ് നോക്കുക, ബാക്കിലോട്ടാണ് വെച്ചിരിക്കുന്നത്. ഷോക്കിൻ്റെ അവിടെയായിട്ടാണ് എൻ്റെ കാല് വന്ന് നിൽക്കുന്നത് കേട്ടോ. ഇത് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ, ഇത് അറ്റാക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ്. ഞാൻ ഇരിക്കുന്നത് ഇത് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഫ്യൂലും ചേട്ടാ, ഫ്യൂൽ പമ്പ് പ്രൈം ചെയ്യുന്ന ശബ്ദമുണ്ട് നിങ്ങൾ കേട്ടത്, കൊള്ളാം അല്ലേ. പിന്നെ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഹസാർഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ കുറച്ച് മത്താപ്പ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ലോഞ്ച് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അത് ലോക്കായി കണ്ടില്ലേ, കൊള്ളാം, പോളി സാധനം. ഇത് പുതിയ വണ്ടിയായതുകൊണ്ട് 1000 കിലോമീറ്റേഴ്സും കൂടി ആയില്ല, അതുകൊണ്ട് ലോഞ്ച് കൺട്രോൾ കിട്ടില്ല. വേറൊരു മത്താപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സാധനം കൂടി ഉണ്ട്, സ്പീഡ് ലോക്ക് ഉണ്ടായിരുന്നില്ല, അതും എനിക്ക് തോന്നാം ആഫ്റ്റർ 1000 കിലോമീറ്റേഴ്സ് നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെയുള്ള മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോളാണ് കേട്ടോ. സോ അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വീലും റിയർ വീലിൻ്റെ സ്പീഡ് നോക്കുക. നിങ്ങൾ ഒറ്റയടിക്ക് സഡൻലി ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ റിയർ വീൽ ചെളിയിലോ മണ്ണിലാണെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂടുകയാണെങ്കിൽ പവർ ടു ദ റിയർ കട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കൺട്രോൾ പോകാണ്ടൊക്കെ മണ്ണിലും ചരലൊക്കെ കൈ കൊടുത്താലും ബിഗിനറായിട്ടാണെങ്കിൽ അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന. ABS എന്ന് പറഞ്ഞാൽ കോർണറിങ് ABS വരുന്നുണ്ട് കേട്ടോ ഇതിന്. അവിടെ റോഡ് മോഡുണ്ട്, സൂപ്പർ മോട്ടോ മോഡിൽ റിയർ വീലിൻ്റെ ABS ഓഫാക്കാം. മത്താപ്പ് റോഡ് മോഡുണ്ട്, റോഡ് മോഡിൽ 2 ഡുവൽ ചാനൽ ABS ആണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ട്രാക്കിൽ ഉപയോഗിക്കുമ്പോൾ ABS ഉപയോഗിക്കാനുള്ള കാണാൻ കൂടുതൽ ബ്രേക്കിംഗ് കിട്ടുക. ഫ്രണ്ട് വീലിൽ നിന്ന് ലോക്ക് ആയാലും എനിക്ക് കൂടുതൽ സ്റ്റോപ്പിംഗ് പവർ വേണ്ട, കുറച്ചൊന്ന് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ട്രാക്കിൽ നമ്മൾ ABS യൂസ് ചെയ്യാറില്ല. മാത്രമല്ല ലോഞ്ച് കൺട്രോൾ നമുക്ക് ഞാൻ ടെസ്റ്റ് ചെയ്താൽ, നമ്മൾ ഫാക്ടറി പോയി ടെസ്റ്റ് ചെയ്താൽ അതിന് അപ് ടു ഒരു 60 ഡിഗ്രീസ് എഞ്ചിൻ ടെമ്പറേച്ചർ എത്തണം, എന്നാലേ ലോഞ്ച് കൺട്രോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് പുതിയ വണ്ടിയാണ്, അതുകൊണ്ടാണ് ഇത് നമുക്ക് ലോഞ്ച് കൺട്രോളും മത്താപ്പൊന്നും ഇല്ലാത്ത.
പക്ഷേ ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സൊക്കെ ഓവർ ദി ഇയേഴ്സ് ഇമ്പ്രൂവ് ആയിട്ട് ഇതിൻ്റെ ത്രോട്ടിൽ ഗ്രിപ്പിൻ്റെ വലിയ ഫാനിൽ കേട്ടോ. അത്രമാത്രം ഫീഡ്ബാക്ക്, അത്രമാത്രം ഗ്രിപ്പായിട്ടുള്ള കോമ്പൗണ്ട് അല്ല. ലോങ് ലാസ്റ്റിംഗ് ആണ്, ടൂറിങ് ആക്കുന്നില്ല. പക്ഷേ ട്രാക്കിൽ പോകാൻ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് കോമ്പൗണ്ട് കൊടുക്കണമെന്ന് ഇൻ മൈ ഒപ്പീനിയൻ കേട്ടോ. മാസ്റ്റർ സിലിണ്ടേഴ്സ് മാറ്റിയിട്ട് പുതിയ അഡ്ജസ്റ്റബിൾ ലെവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. കണ്ട, അത് എല്ലാം മാനുഫാക്ചർ കൊടുക്കണമെന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് 800mm സീറ്റ് ആയിട്ടുള്ള വേരിയൻ്റാണ്. നോക്ക് എത്ര ഈസി ടു ഫ്ലാറ്റ് ഫുട്ടായുണ്ട് അല്ലേ. ഫസ്റ്റ് ജനറേഷൻ ഡ്യൂക്ക് 300 സിമിലർ ഹൈറ്റാണ്. കണ്ട, ഈസി ടു ഫ്ലാറ്റ് ഫുട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് വരുന്ന 168 kgs. ജെൻ 2നെക്കാട്ടിയും ലൈറ്റർ വെയിറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ജെൻ 1നെക്കാട്ടിയും വെയിറ്റ് കൂടുതലാണ് കേട്ടോ. വെയിറ്റ് കുറച്ച് കൂടുതലാണ്. സോ അങ്ങനെ വെയിറ്റ് കുറച്ചുകൊണ്ട് സെൻട്രൽ ഗ്രാവിറ്റി ലോവർ ആയതുകൊണ്ട് വെയിറ്റ് റിഡക്ഷനൊക്കെ ചെയ്തുകൊണ്ട് ഇത് ഭയങ്കര ഈസി ടു ഹാൻഡിൽ മോട്ടോർ സൈക്കിൾ കൂടിയായിട്ടോ. പക്ഷേ ഇതിൻ്റെ എർഗണോമിക്സ് കുറച്ച് അഗ്രസീവാണ്. ഇതെല്ലാവർക്കും പറ്റുന്ന ഒരു എർഗണോമിക്സ് അല്ല കേട്ടോ. സിറ്റി റൈഡിങ് ടൂറിങ് ഒക്കെയാണ്. ഇത് കുറച്ച് നിങ്ങൾ ടയർ ഔട്ട് ചെയ്യും. ഇതിൻ്റെ എക്സോസ്റ്റോടും കൂടി കേൾപ്പിച്ചു തരാം. ചെറിയ കുറച്ച് പോപ്സൊക്കെ കേൾക്കാമല്ലോ. ആ അണ്ടർ ബെല്ലിയായിട്ടൊരു എക്സോസ്റ്റാണ്. സിംഗിൾ സിലിണ്ടറല്ലേ ഇത്രയൊക്കെ സെറ്റപ്പ് കിട്ടുള്ളൂ. നമ്മൾ ലോവർ RPM ഓടിക്കുമ്പോൾ വലിയ എക്സോസ്റ്റ് ഓടുന്നില്ല. പക്ഷേ 6000 അബവ് വെച്ചിട്ട് കൈ കൊടുത്ത് ഓടിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ആ കേൾക്കാൻ ആ ബിഗ് സിംഗിൾ സിലിണ്ടറിൻ്റെ എക്സോസ്റ്റ് ഒരു കുറച്ചുകൂടി കേട്ട് രസമുള്ള എക്സോസ്റ്റ് തൊട്ടാൽ കേട്ട് ഓടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ട്വിൻ സിലിണ്ടർ ഇൻലൈൻ ഫോഴ്സ്, ഇൻലൈൻ ട്രിപ്പിൾസിൻ്റെ അത്രയൊന്നും സെറ്റപ്പില്ല. പക്ഷേ ഇത് ഓഫർ ചെയ്യുന്ന വാല്യൂ 3.1 lakhs എക്സ്ഷോറൂം കൊച്ചി പ്രൈസ് റേഞ്ചിൽ ഇത് ഓഫർ ചെയ്യുന്ന ഹാൻഡ്ലിംഗ്, ബ്രേക്കിംഗ്, അതുപോലെ പവർ വേറൊരു വണ്ടിക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഇതിനെ വെല്ലാൻ പറ്റില്ല. സോ ഗൈസ്, അതൊക്കെയാണ് കാര്യങ്ങൾ. ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ്. വളയ്ക്കാനും തിരിക്കാനൊക്കെ എന്ത് എളുപ്പം, എന്ത് ലൈറ്റ് വെയിറ്റാ. ഓ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ, ക്വിക്കാണ്. സോ മച്ച് ഫൺ കേട്ടോ. ഇത് RTR 300 മച്ച് പവർഫുള്ളാണ്. CB 300 പവർഫുള്ളാണ്. ആ കാറ്റഗറിത്തെ എല്ലാ വണ്ടി മറ്റേ സ്പീഡ് 400 ആണെങ്കിലും എല്ലാത്തിനെയും അടിച്ചു കളയും. അത്രയും പവറാണ്. ആ മിഡ് റേഞ്ച് അങ്ങോട്ട് ഭയങ്കര സ്ട്രോങ്. 5.5K RPM തൊട്ട് 5500 RPM തൊട്ട് വണ്ടിക്ക് പ്രാന്ത. ഇത് ലോ RPM ഓടിക്കാൻ വണ്ടിക്ക് ഇഷ്ടമാണ്. സിറ്റിയിലൊന്നും ഓടിക്കാൻ ഈ വണ്ടിക്ക് തീരെ താല്പര്യമില്ല. കണ്ടില്ല, ഇവിടെ ഒന്നും പവറില്ല. വണ്ടി ആലോചിച്ചോണ്ടിരിക്കും ഞാൻ എന്താണ് 200 ആണോ അല്ല 390 ഫുള്ള്. ഡയറക്ഷൻ ചേഞ്ചൊക്കെ ഇൻസ്റ്റൻറ്റേനിയസ് ആണ് മക്കളെ. എനിക്ക് ആ പഴയ BS3യുടെ ആ എസെൻസ് തിരിച്ച് ഫീൽ ചെയ്യുന്നു ഈ വണ്ടിയിൽ. അത് BS4 BS6 ആയപ്പോഴേക്ക് അത് കുറച്ചൊന്ന് കണ്ടെയ്ൻഡ് ആയിരുന്നു. ഇതിൻ്റെ സസ്പെൻഷനൊക്കെ ചേഞ്ച് ചെയ്തതുകൊണ്ട് കണ്ടോ ലോ ഡൗൺ ടോർക്കില്ല. ലോ ഡൗൺ തീരെ ടോർക്കില്ല കേട്ടോ. ആ സെക്കൻഡ് ഗിയറിലൊക്കെ വണ്ടിക്ക് എന്നാലും ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലോട്ട് ഇടാനാണ് പറയുന്നത്. പക്ഷേ ക്ലച്ച് വന്ന ലൈറ്റർ സൈഡാണ്. പക്ഷേ ക്ലച്ച് നിങ്ങൾ ഉപയോഗിക്കേണ്ട, വണ്ടി ഓടി തുടങ്ങിയാൽ പിന്നെ ക്ലച്ച് ഉപയോഗിക്കേണ്ട. കാരണം ഇതിന് ബൈലാറ്ററൽ ക്വിക്ക് ഷിഫ്റ്ററാണ്. ബൈ ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ ക്ലച്ച് പിടിക്കേണ്ട അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാം. ത്രോട്ടിൽ പിടിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചാൽ അപ്പ് ഷിഫ്റ്റ് ചെയ്യാം. 6th ക്ലോസ് ഷട്ട് ത്രോട്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം. അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ആ സ്ലിപ്പറൊക്കെ ചിലവുണ്ട് റിയർ വീൽ ലോക്കായില്ല. 5-inch TFT ഡിസ്പ്ലേ കുറച്ച് ക്ലോസർ ആക്കി വെച്ചേക്കുവാണ്. ഹാൻഡിൽ ബാർ കണ്ടില്ലേ, വൈഡ് ഹാൻഡിൽ ബാറാണ്. ഞാൻ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുക, അറ്റാക്ക് പൊസിഷനിലായിരിക്കുന്ന പ്രോപ്പർ സ്ട്രീറ്റ് ഫൈറ്റർ കേട്ടോ. ഇതാണ് സ്ട്രീറ്റ് ഫൈറ്റർ. എന്താണ് സ്ട്രീറ്റ് ഫൈറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ പുതിയ ഡ്യൂക്ക് 390 ഓടിച്ചു നോക്കുക. കാലൊക്കെ ബാക്കിലോട്ട് വെച്ചേക്കുക, എന്നിട്ട് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഫ്രണ്ടിലോട്ട് കയറിയിരിക്കുക. എന്നിട്ട് ടാങ്ക് ഉണ്ട് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ എൻ്റെ ടാങ്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ ടാങ്ക് കേട്ടോ 15 ലിറ്റർ ടാങ്കായി. സൈസൊക്കെ കൂട്ടിയുണ്ട്. എന്നിട്ട് 3rd ഗിയറിലൊന്നും പോകാൻ താല്പര്യമില്ല വണ്ടിക്ക്. കണ്ടോ ഇപ്പോഴും ഇടിച്ചിടിച്ച് നിൽക്കുക. 2nd ഗിയർ പോകാൻ താല്പര്യമില്ല, ഫസ്റ്റിലോട്ട് ഇടാൻ. ഫസ്റ്റ് ഇട്ടു. 0 to 100 5.4 സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്യുന്ന വണ്ടിയാണ്. ഇൻസെയിൻലി ക്വിക്കാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഈ 400cc കാറ്റഗറി അത് ക്വിക്കാണ്. ഷോർട്ടർ വീൽ ബേസ് ആക്കി കേട്ടോ. ഈ ഷോർട്ടർ വീൽ ബേസ് ആയി കഴിഞ്ഞാൽ ഇടയിൽ കൂടെയൊക്കെ കൊത്തിക്കൊണ്ടുപോകാൻ, ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോകാൻ മച്ച് ഈസിയർ ആവും. നിങ്ങൾക്ക് അക്രമമൊക്കെ അടിക്കുക, ഫാസ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഡൗൺ സൈഡ് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ BS4 BS6 ഡ്യൂക്കിനൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ Gen 2 ഡ്യൂക്കിന് കേട്ടോ
അതിൻ്റെ വീൽ ബേസ് ഷോർട്ടറാക്കി. പക്ഷേ അതിന് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാൻ തുടങ്ങി. ആ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിനെ ബാധിച്ച് ഇപ്പോൾ കരിമോട്ട സ്പീഡ് വേയിലൊക്കെ അമർ അത് വെച്ച് റേസ് ചെയ്തിട്ടുള്ള, അത് വെച്ച് ഓടിച്ച് നോക്കിയപ്പോൾ ട്രാക്ക് ഡേ ചെയ്താൽ അത് വെച്ച് ഓടിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ വോബിളും കിട്ടും, ഫ്രണ്ട് ആൻഡ് വോബിളും അത്ര സ്റ്റെബിലിറ്റി കിട്ടാത്ത പോലെ. പക്ഷേ ഫസ്റ്റ് ജനറേഷൻ ഡ്യൂക്ക് ഇപ്പോൾ നമ്മുടെ ഇതിലൊക്കെയുള്ള OG പോക്കറ്റ് റോക്കറ്റ് ഡ്യൂക്ക് 390 ആ Gen 1 യാതൊരു സീനാണ്. അതിൻ്റെ വീൽ ബേസ് ലോങ്ങാണ്. ഇത് ഇതിനെക്കാട്ടിയും വീൽ ബേസ് ഷോർട്ടറാക്കി. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ബാധിക്കുമെന്ന്. ഞാനിത് ഏകദേശം 176 ഒക്കെ കയറ്റി ഓൺ ദ റേസ് ട്രാക്കിലൊക്കെ ടോപ്പ് സ്പീഡ് അടിച്ചാൽ ഭയങ്കര സ്റ്റേബിളാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അൺസ്പ്രങ് വെയിറ്റും കുറച്ചുണ്ട്. അതിനോടൊപ്പം തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലോവറാക്കി. നേരത്തെ എക്സോസ്റ്റൊക്കെ സൈഡ് മൗണ്ടഡ് എക്സോസ്റ്റ് ആയില്ലേ, അപ്പോൾ വെയിറ്റൊക്കെ ടുവേർഡ്സ് ദ ഗ്രൗണ്ട് ആക്കി മച്ച് മോർ ലോവറാക്കി. ആ അണ്ടർ ബെലി എക്സോസ്റ്റ് തിരിച്ചു വന്നപ്പോൾ മാത്രമല്ല സസ്പെൻഷൻ ചേഞ്ച് ചെയ്ത് വരും. സസ്പെൻഷൻ മച്ച് ബെറ്റർ ആക്കിയാണ്. ഇപ്പം ഞാൻ പണ്ട് മുതലേ KTM പറയുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ അത്രക്ക് പോരാ, ക്രൂഡാണ്, അത്ര മത്താപ്പൊന്നുമില്ല. ബേസിക് സസ്പെൻഷൻ അപ്സൈഡ് ഡൗൺ ഫോർക്കുന്ന പേരേ ഉള്ളൂ, അങ്ങനെയുള്ള യാതൊരു ബെനിഫിറ്റ്സോ കിട്ടുന്നില്ല. പക്ഷെ ഇതിൻ്റെ ബ്രേക്സ് തന്നെ നോക്ക്, എന്ത് ഫീലിംഗ് ബ്രേക്സ് ആക്കി, അടിപൊളി കേട്ടോ. ആ അൺസ്പ്രങ് വെയിറ്റ് കുറച്ചുകൊണ്ട് വണ്ടിയുടെ വെയിറ്റും കുറച്ചല്ലോ അവർ. എല്ലാം കൂടി കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആക്സിലറേറ്റിംഗ്, അതുപോലെ ഫാസ്റ്റർ സ്റ്റോപ്പിംഗ് ആയിട്ടുള്ള വെഹിക്കിളാണ്. അക്രമേ ഇതിനോടൊപ്പം പിടിക്കാൻ റോഡിൽ ആരും വരില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരു റൈഡറാണെങ്കിൽ, കുറച്ച് അക്രമം കാണിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ് കേട്ടോ. കോർണറിങ് ABS ഉണ്ട്, അത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്താൽ, ട്രാക്കിൽ ടെസ്റ്റ് ചെയ്താൽ കോർണർ സമയത്ത് വരെ നിങ്ങൾക്ക് ബ്രേക്ക് പിടിക്കാൻ പറ്റും. ഇതിന് 3 ആക്സിസ് IMU ഉണ്ട്, അത് ബ്യൂട്ടിഫുള്ളിയാണ് കാലിബ്രേറ്റ് ചെയ്തേക്കണം. സെറ്റപ്പായിട്ട് നിങ്ങൾക്ക് ബ്രേക്ക് പിടിക്കാൻ പറ്റാം. എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് നിങ്ങൾ പിടിക്കാതെ എന്നാൽ ഇൻ കേസ് മിസ്റ്റേക്സ് നിങ്ങൾ കോർണറിലോട്ട് എൻ്റർ ചെയ്ത് പിടിച്ചു പോയി കഴിഞ്ഞാലും ഈ വണ്ടി ഫോർഗീവ് ചെയ്യും. Gen 1 Gen 2 ഒന്നും അത്ര ഫോർഗീവിങ് ആയിരുന്നില്ല. Gen 1 എക്സ്പെഷ്യലി നിങ്ങൾ അങ്ങനെ ബ്രേക്കൊക്കെ ചെയ്ത് കാണിക്കുവാന്ന് വണ്ടി എടുത്ത് എറിയും, വണ്ടി സ്ലൈഡ് ചെയ്ത് പോകും, വണ്ടി വീഴും. ഇതിൻ്റെ പവർ ഡെലിവറി തന്നെ മച്ച് സ്മൂത്തറാക്കി. ഇത് എനിക്ക് പെട്ടെന്ന് ഇടയ്ക്ക് ഞാൻ ഒരു ഡ്യൂക്ക് Gen 1 സ്വഭാവം കിട്ടും, ആ ആക്സേഷൻ ഫീൽ കിട്ടും. ഇടയ്ക്ക് ഞാൻ വിചാരിക്കും ഇത് ഡ്യൂക്ക് തന്നെയാണോ എന്ന്. അങ്ങനെ ഒരു മിക്സ്ഡ് പേഴ്സണാലിറ്റി ഉള്ള വണ്ടിയാണ്. ആ ലോവർ RPM നമ്മൾ വിചാരിക്കും ഇത് ഡ്യൂക്ക് തന്നെയാണോ എന്ന്. പക്ഷേ ആ പഞ്ച്, ആ 5.5K RPM, അവിടെ നിന്ന് പ്രാന്താ വണ്ടിക്ക്. ഗുഡ് ടൈപ്പ് ഓഫ് പ്രാന്ത് കേട്ടോ. സോ ഇതിന് ലോഞ്ച് കൺട്രോൾ എന്ന് പറഞ്ഞാൽ വേറെ വണ്ടികളായിട്ട് നിങ്ങൾ ഡ്രാഗ് ചെയ്യാൻ വേണ്ടി സിഗ്നലൊക്കെ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ തോറ്റു പോയിട്ടോ. കാരണം ഇത് ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആക്കി വെച്ചിട്ടുണ്ട്. കാരണം പവർ മൊത്തം കട്ട് ചെയ്ത് അതിന് ഒറ്റ പവർ ഇല്ലാണ്ടാണ് ഫ്രണ്ടിൽ നിന്ന് വണ്ടി പോകുന്നത്. അത്രയൊക്കെ അത് ചെയ്യരുത്. അത് കനക്കാട്ടും പോയാൽ നിങ്ങൾ സ്വന്തം ക്ലച്ച് റിലീസ് എടുത്തൊന്നും പോണേ മച്ച് മോർ ഈസിയർ കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഗിമിക് ഫീച്ചേഴ്സാണ്. വേറെ ഒന്നും ഇതിൻ്റെ സീറ്റ് കുറച്ച് ഹാർഡാണ് കേട്ടോ, കംഫർട്ടബിൾ. സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ തന്നെ ഈ കുറച്ചൊരു എന്താ പറയുക, ആ കുറച്ചൊക്കെ സിറ്റിയിൽ തന്നെ ഓടിച്ചപ്പോൾ തന്നെ കുറച്ചൊന്ന് ഹാർഡ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. അത്ര കംഫർട്ടബിൾ അല്ല. പക്ഷേ ഇത് കണ്ട ട്രാഫിക്കിലൊന്നും ഓടിക്കാൻ പറ്റിയ വണ്ടിയല്ല, അതിന് ഇഷ്ടമല്ല. സെക്കൻഡ് ഗിയറിൽ തന്നെ ഇട്ട് പോകണം. അപ്പം തന്നെ ഒന്ന് ബ്രേക്ക് തൊട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലോട്ട് ഇടണം. പിന്നെ ഹീറ്റിംഗ് തുടങ്ങി. കുറച്ച് നേരെ സിറ്റിയിൽ ഓടിച്ചുള്ളൂ, അപ്പം തന്നെ വണ്ടിക്ക് ഇഷ്ടമല്ല. എൻ്റെ കാലിലോട്ടൊക്കെ നല്ല ചൂട് കാറ്റടിക്കുന്നുണ്ട്. ഇത് കേർവ്ഡ് റേഡിയുടെ വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമുക്കൊരു അൺകംഫർട്ടബിളാണ്. നിങ്ങൾ ചെരുപ്പൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ ചെരുപ്പിട്ട് ഓടിക്കരുത്, പക്ഷെ അങ്ങനെ ഷോർട്ട്സൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചൂട് ശരിക്കും മനസ്സിലാവും കേട്ടോ. പിന്നെ അതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ ഈ RTR 310 അത്ര സെറ്റപ്പ് സ്മൂത്ത് ഒന്നുമല്ല കേട്ടോ. ഇപ്പോഴും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബെറ്റർ ആക്കി അവർ, പക്ഷെ എന്നാലും TVS ലെവൽ ഓഫ് സ്മൂത്ത്നെസ് ഒന്നുമില്ല, കുറച്ച് ഹാർഡാണ്. ഇത് ശരിക്കും അറ്റാക്ക് പൊസിഷനാണ് കേട്ടോ. ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ ശാന്തി സമാധാനത്തോടെ ഓടിക്കാൻ പറ്റും, പക്ഷേ എങ്ങനെ പറ്റുമെന്ന് ഞാൻ ചോദിക്കും. പറഞ്ഞാൽ കൈ കൊടുക്കുന്നതാണ്. എനിക്കിതൊക്കെ കാണുമ്പോൾ തന്നെ വണ്ടിക്ക് അങ്ങനെ കൈ കൊടുത്താലേ വണ്ടിക്ക് സുഖം ഉണ്ടാവുള്ളൂ. എനിക്ക് വണ്ടി ഭയങ്കര ഇരച്ച് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയാൽ പോകണം. കൈ കൊടുത്തതിനാൽ സ്മൂത്ത്. പിന്നെ 3 റൈഡിങ് മോഡ് കൊടുത്തിട്ടുണ്ട്. ത്രോട്ടിൽ ക്ലോസ് ചെയ്ത് വെച്ചാൽ റെയിൻ മോഡിലോട്ടായി. റെയിൻ മോഡിൽ വ്യത്യാസം എന്താണെന്ന് നോക്കട്ടെ. ഇത് റെയിൻ മോഡിൽ വരെ RTRനെക്കാട്ടി പവറുണ്ട് കേട്ടോ. എന്താ നോക്കണേ, അതാണ് 390. കുറച്ചൊരു പവർ ഡീറ്റ്യൂൺഡാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇലക്ട്രോണിക് മച്ച് മോർ ഇൻട്രോസ് ചെയ്യാൻ ഈ ട്രാക്ഷൻ കൺട്രോളൊക്കെ അതിൻ്റെ സെറ്റിങ് കുറച്ച് മാറുമെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് വേണ്ട. പിന്നെ ഇതിൽ പറയാം സ്ട്രീറ്റും ട്രാക്കും ഉണ്ട്. സ്ട്രീറ്റും ട്രാക്കിലും ഫുൾ പവർ കിട്ടുന്ന ഈ 46 ഹോഴ്സ് പവർ 39 Nm ഓഫ് ടോർക്ക് കേട്ടോ. BS4 BS6 ഏകദേശം 2 ഹോഴ്സ് പവർ 2.5 Nm ഓഫ് ടോർക്കാണ് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ഫീൽ ചെയ്യാണ്ട് കേട്ടോ. മാത്രം ലൈറ്ററും കൂടിയായില്ലേ. പിന്നെ ടയേഴ്സിൻ്റെ കാര്യം പറയുമെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ട്രാക്കിൽ ഓടിച്ചാൽ, റോഡിൽ ഓടിക്കാൻ യാതൊരു പ്രശ്നമില്ല. നല്ല ടയേഴ്സാണ്. മെച്ചിലെ H റേറ്റഡ് ടയേഴ്സാണ് കേട്ടോ. ഈ ഫസ്റ്റ് ജെനിലൊക്കെ വന്ന W റേറ്റഡ് ടയേഴ്സായിരുന്നു, അത് ജർമ്മനി ടയേഴ്സായിരുന്നു. പിന്നെ ഇത് ഈ H റേറ്റഡ് ചൈന ടയേഴ്സാണ്.
അതുകൊണ്ട് ട്രാക്കിലെ എഡ്ജ് ഗ്രിപ്പ് കുറച്ചധികം മാത്രം കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് അല്ല. ഇത് വെച്ച് ഞാൻ റേസ് ഓടിച്ചാൽ ഞാൻ സെക്കൻഡൊക്കെ അടിച്ചാൽ, പക്ഷേ എന്ത് പറയാനാ, അത്രമാത്രം കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് അല്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി അക്രമം ട്രാക്കൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ TVSൻ്റെ പ്രോ ടോർക്ക് ഇടുക, അതായിരിക്കും മച്ച് ബെറ്റർ കേട്ടോ. നല്ല ഗ്രിപ്പാണ്, നല്ല കോൺഫിഡൻസ് ആണ്, നല്ല സെറ്റപ്പ് ടയറാണ്. ഹാർഡായ ഡൗൺ ഷിഫ്റ്റ് ചെയ്തപ്പോഴേക്കും ആ സ്ലിപ്പറൊക്കെ ചെല്ലുകൊണ്ട് റിയർ വീൽ ലോക്കായില്ല. ഒന്ന് ജസ്റ്റ് ലോക്കായി അപ്പോൾ തന്നെ വിട്ടുകൊടുത്തു. അടിപൊളി എക്കണോമിക്സ് ആയിട്ട്, അക്രമം കാണിക്കാൻ എക്കണോമിക്സ് അടിപൊളിയാണ്. പക്ഷേ നിങ്ങൾ ടൂറിങ് ആണ്, സിറ്റി യൂസ് ഒക്കെ ആണെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല സ്ട്രെയിൻ ആവും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് കമ്മിറ്റഡ് പൊസിഷനാണ്, ഇത് കംഫർട്ടബിൾ അല്ല. കംഫർട്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഡ്യൂക്ക് 200 നോക്കാം, അല്ലെങ്കിൽ RTR 310 നോക്കാം കേട്ടോ. എന്ന് പറഞ്ഞാൽ കാലൊക്കെ ശരിക്കും ബാക്കിലോട്ട് ഞാൻ കയറ്റി വെച്ചേക്കുക. എനിക്കിഷ്ടമാണ് ഈ എക്കണോമിക്സ്, പക്ഷേ ടൂർ ചെയ്യാൻ അത്രക്ക് സെറ്റപ്പല്ല. ഇപ്പോൾ കണ്ടില്ലേ, ഈ സസ്പെൻഷൻ അഡ്ജസ്റ്റബിലിറ്റി ആണ്, എന്നാലും കുറച്ചാമത്തെ സ്റ്റിഫർ സൈഡാണ്. പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ് ഈ ഡ്യൂക്കിൻ്റെയൊക്കെ ബാക്ക് ബ്രേക്ക് പോരല്ലോന്ന്. ഇതിങ്ങനത്തെ സ്പോർട്ട് ബൈക്സിലൊക്കെ മിക്കതിലും ഫ്രണ്ട് ബ്രേക്സ് മാത്രം യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് റിയർ ബ്രേക്ക് ഉപയോഗിക്കാം, സ്റ്റാർട്ടിങ് ബ്രേക്കിംഗ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് റിയർ ബ്രേക്ക് യൂസ് ചെയ്യാം. പക്ഷെ അപ്പോൾ തന്നെ വെയിറ്റ് എല്ലാം ഫ്രണ്ടിലോട്ട് പോയില്ലേ, അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിയർ ബ്രേക്ക് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അത് ലോക്ക് ചെയ്യുമ്പോൾ ABS കിക്ക് ചെയ്ത് വിട്ടുപിടിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഫ്രണ്ട് ബ്രേക്സ് പിടിച്ച് നിർത്താൻ നോക്കി. ഇങ്ങനത്തെ സ്പോർട്ട് വെഹിക്കിൾസൊക്കെ എപ്പോഴും ഫ്രണ്ട് ബ്രേക്സ് ആയിരിക്കും മച്ച് മോർ സ്റ്റോപ്പിംഗ് പവർ കൊടുക്കുന്നത് കേട്ടോ. സോ Gen 3 ഡ്യൂക്ക് 39 നമ്മൾ എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റ് ചെയ്ത, റേസ് ട്രാക്കിൽ ടെസ്റ്റ് ചെയ്ത, ഗോ കാർട്ടിൽ ടെസ്റ്റ് ചെയ്ത, റോഡ്സിൽ നമ്മൾ എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റ് ചെയ്ത് കണ്ടോ. റോഡിൽ സിറ്റി യൂസും എവറിഡേ യൂസാണെങ്കിൽ നിങ്ങൾക്ക് അധികം വണ്ടി ഇഷ്ടപ്പെടില്ല. കാരണം ലോഡ് ഗിയേഴ്സിലൊക്കെ ഈ ഫസ്റ്റ് സെക്കൻഡ് എപ്പോഴും സ്വിച്ച് ചെയ്ത് ഓടിക്കണം. ട്രാഫിക് ബ്ലോക്കിലാണെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഒരു ഹീറ്റിംഗ് ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റും, അൺകംഫർട്ടബിളാണ്. നിങ്ങൾ പ്രോപ്പർ റൈഡിങ് ഗിയേഴ്സിൽ വേണം, എല്ലാ മോട്ടോർ സൈക്കിൾ റൈഡിങ് ഗിയേഴ്സ് വേണം. പക്ഷേ ഇത് പ്രോപ്പർ റൈഡിങ് ഗിയേഴ്സ്, ഗ്ലൗസ്, ബൂട്ട്, അതുപോലെ റൈഡിങ് പാൻസ് ഇട്ടാണ്ട് ഓടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഹീറ്റൊക്കെ ഫീൽ ചെയ്യാം. മാത്രമല്ല ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഗിയർ ചേഞ്ചസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഓൺ ദ ഹൈവേസ്, ട്വിസ്റ്റീസിലാണെങ്കിൽ, ഗോ കാർട്ട്സിലാണെങ്കിൽ, അതേപോലെ ഓൺ റേസ് ട്രാക്ക് നിങ്ങൾക്ക് അക്രമം കാണിക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഫ്രീക്വൻ്റ്ലി ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദ ഡ്യൂക്ക് 39 Gen 3 അടിപൊളി ഡീലാണ്. ഇത്രയും മാത്രം ഫീഡ്ബാക്ക്, ഇത്രയും മാത്രം കോൺഫിഡൻസ് പാൻ, ഇത്രയും മാത്രം പവർ ഓൺ ടാപ്പ്. ആ 6000 RPM കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ടാണ് പവർ. സോ ആ പവർ ബാൻഡിൽ ഓടിക്കുന്ന ഒരു റൈഡറാണ് നിങ്ങളുടെ എവറി ഡേ യൂസിൽ നിങ്ങൾ അങ്ങനെ കൈ കൊടുത്ത് ഓടിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അല്ലാണ്ട് നിങ്ങൾ ആ ലോ ഡൗൺ ടോർക്ക് അന്വേഷിച്ച് നടത്തി സിറ്റിയിലൂടെയൊക്കെ കുറച്ച് അക്രമം കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് പറ്റിയൊരു ചോയ്സ് ഇല്ല. അതിന് ഡ്യൂക്ക് 250, ഡ്യൂക്ക് 200 ഒക്കെ കുറച്ചും മച്ച് ബെറ്റർ. ഈവൻ ദ RTR 310 മച്ച് ബെറ്റർ ആയി. പക്ഷേ ഇത് ഓഫർ ചെയ്യുന്ന പവർ, ബ്രേക്കിംഗ്, ഹാൻഡ്ലിംഗ് ഒക്കെ വേറെ ലെവലാണ് കേട്ടോ. ഒരു നേക്കഡ് മോട്ടോർ സൈക്കിളിൽ ഇത്രയും ഫ്രണ്ട് ആൻഡ് കോൺഫിഡൻസ്, ഇത്രയും ഹാൻഡിൽ, ഇത്രയും ഇൻടു കോർണറായിട്ട് സ്പീഡ് ക്യാരി ചെയ്ത് എൻ്റർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷനും അതുപോലെ അൺസ്പ്രങ് വെയിറ്റ് കോർണർ, ലൈറ്റ് വെയിറ്റ് അലോയ്സ് ഓഫർ ചെയ്യുന്ന കോൺഫിഡൻസ് വേറെ തന്നെയാണ്. ഇൻടു ദ കോർണർ ഇത്രയും സ്പീഡ് ക്യാരി ചെയ്ത വേറൊരു നേക്കഡ് മോട്ടോർ സൈക്കിൾ അത് RTR 310 പറ്റും. പക്ഷേ അതിൻ്റെ ഫുഡ് പാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഫ്രണ്ടാണ്, കുറച്ചും കംഫർട്ടബിളാണ് RTR 310 കേട്ടോ. അപ്പോൾ അത് വെച്ച് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫുഡ് പാക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്ക് അത്രയും സ്പീഡ്, അത്രയും ലീനിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഇൻ ട്രാക്ക് റൈഡിങ് അതൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരു അടിപൊളി മോട്ടോർ സൈക്കിളാണ്. പക്ഷേ എവറി ഡേ യൂസ് മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴൊക്കെ ലോങ് ഡിസ്റ്റൻസ് റൈഡ് ചെയ്യുന്നതാണെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്കുള്ള മോട്ടോർ സൈക്കിളല്ല. കാരണം ഇതിന് അധികം ഫ്യൂൽ എക്കോണമി ഇല്ല, 20-22 നിങ്ങൾക്ക് സിറ്റി കിട്ടുള്ളൂ. പക്ഷേ അക്രമം കാണിച്ച് ഓടിക്കുവാണെങ്കിൽ ആ തരം സ്റ്റൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്താൽ സൂട്ട് ചെയ്യാൻ പറ്റും. ആ റൈഡിങ് സ്റ്റൈൽ മാച്ച് ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ഞാൻ പറഞ്ഞു ഈ വണ്ടി മച്ച് മോർ കേബിൾ ആയിട്ട്. പക്ഷേ ഓൺ ദ റേസ് ട്രാക്കാണ്. ഈ റിയർ സൈഡ് ഫുഡ് പാക്ക് ഓൺ ദ റേസ് ട്രാക്ക് ഒരിയില്ല, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പുഷ് ചെയ്യാൻ പറ്റും. പക്ഷേ എവറി ഡേ റൈഡിങ് റോഡിലൊക്കെ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ ഇത് കുറച്ച് സ്ട്രെയിനാണ്. സീറ്റ് ഹാർഡർ സീറ്റാണ് കൊടുത്തിരിക്കുന്ന. നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് ടൂർ ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടായില്ല. അതുപോലെ റേസ് ട്രാക്ക് അടിപൊളിയായിരിക്കും. പക്ഷേ എവറി ഡേ യൂസ് ചെയ്ത് നിങ്ങൾ സഫർ ചെയ്യും. നടുവേന അത്ര കംഫർട്ട് ഉണ്ടാവില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഒരു എവറി ഡേ മോട്ടോർ സൈക്കിൾ അല്ല. ചെയ്യാൻ പറ്റും, എവറി ഡേ ചെയ്യാൻ പറ്റാതൊന്നുമില്ല. സോ അത്ര എളുപ്പത്തിൽ, അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നോട്ട് എ സിറ്റി മോട്ടോർ സൈക്കിൾ ഇനിമോ. സിറ്റിയിൽ ഓടിക്കാൻ പറ്റും, പക്ഷേ അത് ഹീറ്റ് ചെയ്യാൻ വണ്ടിക്ക് തന്നെ ഇഷ്ടപ്പെടില്ല. ഞാൻ പറഞ്ഞു തന്നെ മച്ച് മോർ ട്രാക്ക് പ്രിസിഷൻ മോട്ടോർ സൈക്കിളാണ് കേട്ടോ. സിറ്റി യൂസ് മാത്രമല്ലെങ്കിൽ ഡ്യൂക്ക് 250, ഡ്യൂക്ക് 200, RTR 310 കൺസിഡർ ചെയ്യുക. ഇത് നിങ്ങൾക്കുള്ള മോട്ടോർ സൈക്കിളല്ല. പക്ഷേ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട് ട്രാക്കിലോട്ട് വരാൻ, അക്രമം കാണിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഡീലാണ് കേട്ടോ. സെറ്റപ്പാണ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു മോട്ടോർ സൈക്കിളാണ്. ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ പർപ്പസ് നോക്കുവാണെങ്കിൽ ഇത് അടിപൊളി. എനിക്ക് ട്രാക്ക് മാത്രം ഓടിക്കാനാണെങ്കിൽ, ഗോ കാർട്ടൊക്കെ ഓടിക്കാൻ ഇത് അടിപൊളി മോട്ടോർ സൈക്കിൾ. പക്ഷേ ഗോ കാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗിയറിംഗ് കുറച്ചും കൂടി ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഗിയറിംഗ് ഫ്രണ്ടിൽ 14 ബാക്കിൽ 43 ടീത്തായി. കുറച്ചും കൂടി ഷോർട്ടാണ് ഗിയറിംഗ് ദാൻ ദ Gen 2, Gen 1 കാട്ടി കുറച്ചും കൂടി ഷോർട്ടാണ് ഗിയറിംഗ് ആക്കി ഫാസ്റ്റർ ആക്സലേഷൻ വേണ്ടി കൊടുത്തിരിക്കുന്നു കേട്ടോ. സെറ്റപ്പൊക്കെ കൊള്ളാം. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ, ഇത് മച്ച് മോർ ഓഫ് എ ട്രാക്ക് വെപ്പൺ, കുറച്ചും കൂടി പ്രിസിഷൻ ടൂളായി മാറിക്കാൻ സിറ്റി യൂസ് മാത്രമല്ലെങ്കിൽ ദ ഡ്യൂക്ക് 200, ഡ്യൂക്ക് 250, RTR 310 മേക്സ് മച്ച് മോർ സെൻസ് ആണ് കേട്ടോ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല മോട്ടോർ സൈക്കിൾ. ഇതങ്ങനെ ഓടിക്കേണ്ട വണ്ടി, ഇത് അക്രമത്തോടെ ഫുൾ ത്രോട്ടിൽ കൊടുത്തുകൊണ്ട് ഓടിക്കുന്ന ഒരു വണ്ടി. ഓൺ ദ റേസ് ട്രാക്ക് യു വിൽ ബി സോ മച്ച് ഹാപ്പിയർ. അത് ഓടിച്ചു പോകണം. വൺസ് ഇൻ എ ലൈഫ് ടൈം ഒക്കെ നിങ്ങൾ ഡ്യൂക്ക് 39 ഓണേഴ്സ് ആണെങ്കിൽ
ടേക്ക് ഇറ്റ് ടു എ റേസ് ട്രാക്ക്. ഇതിൻ്റെ ഫുൾ ലിമിറ്റ്, ആ 6th ഇയർ കട്ട് ഓഫ് അടിച്ച് പോകാനുള്ള ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യണമെങ്കിൽ, ആ എന്താണ് ആ ലിമിറ്റ്, റൈഡിങ് ഓൺ ദ ലിമിറ്റ് മനസ്സിലാക്കണമെങ്കിൽ കം ടു ദ റേസ് ട്രാക്ക്. അതാണ് പറയാനുള്ളത്. നമ്മൾ ക്ലാസ് കണ്ടിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. എൻ്റെ കമ്മ്യൂണിറ്റി ലിങ്കൊക്കെ കൊടുത്തിട്ട് കയറി ജോയിൻ ചെയ്യുക. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അഫോർഡബിൾ ആയിട്ട് ട്രാക്ക് ഡേയ്സ് ഇൻ തൃശ്ശൂർ, കോയമ്പത്തൂർ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ. സോ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇത് എല്ലാം കവർ ചെയ്യുന്ന തോന്നും. ഇതൊരു സെറ്റപ്പ് മോട്ടോർ സൈക്കിളാണ്, ബട്ട് നോട്ട് ഫോർ എവറി വൺ. അതാണ് അതിൻ്റെ ജസ്റ്റ് പറയുകയാണെങ്കിൽ. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.